ഹലോ ഗൈസ്, നമ്മളിവിടെ ഉണ്ടായതല്ല, നമ്മളെല്ലാ വീടിന്റെ മുക്കും വീടിലും. ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് ഇന്നത്തെ വീഡിയോ അത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അതെത്ര എനർജറ്റിക് ആയി നിൽക്കുന്നത് ഇന്നത്തെ വീഡിയോന്റെ ഒറ്റ കാരണത്തിലാണ് ഇപ്പൊ ഇത്ര എനർജി ഇന്ന് അല്ലെങ്കിൽ അങ്ങനെ എനർജറ്റിക് ഇല്ലാതെ നിൽക്കും. എന്താണ് ഇന്നത്തെ വീഡിയോ പറയുക? ഇന്ന് നമ്മളെ ഒരു ഫുഡ് ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. ഒന്നുമില്ല, കുറച്ച് ചിക്കൻ വാങ്ങിയിട്ട് വെക്കുന്നു, കുറച്ച് അരിയും വാങ്ങി വെക്കുന്നു, അത്രേ ഉള്ളൂ. അരി വാങ്ങിയാൽ അതായത് പക്ഷെ ഒരു വെറൈറ്റി വെക്കാനായിട്ടാ നമ്മളെന്ത് നാടൻ സ്റ്റൈലില് നെയ്ച്ചോറും കോഴി കറിയല്ല, കറി എന്ന് പറയാൻ പറ്റില്ല അല്ലേ, കറിയല്ല, വേറൊരു ആ രീതിയിൽ നമ്മൾ നിന്ന് ജസ്റ്റ് ഒന്ന് നോക്കാൻ പോകണം. അപ്പം പിന്നെ നമ്മള് നിങ്ങളും കാണുന്നില്ലേ? അതന്നെ, നമ്മൾ നിങ്ങളും കാണും, നിങ്ങളും ആസ്വദിക്കും, നിങ്ങൾ ട്രൈ ചെയ്യും. എന്താ ഞങ്ങൾ നോമ്പ് തുറ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ, അത് വേറെ കാര്യം. അതങ്ങനെ ഉണ്ടാവുക, അത് കഴിഞ്ഞിട്ടുള്ളൂ അല്ല, അതിന് മുമ്പേ ഞങ്ങൾ വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്താ വേറൊരു കാര്യമുണ്ട്, നമുക്കിപ്പോൾ വരുന്ന കമൻറ്റും കാര്യങ്ങളൊക്കെ അല്ലേ, ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാരണം സന്തോഷം. ഇപ്പോൾ ഞങ്ങൾ വീണ്ടും പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ കമൻറ്റുകൾ വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. കാരണം ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇല്ല, ഓരോരുത്തർ കമൻറ്റ് വരുമ്പോൾ ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല ഈ രീതിയിലുള്ള ഇത് വരുന്നുള്ളത്. അപ്പോൾ അതിനെല്ലാവരോടും നന്ദി പറയുന്നു. ആദ്യം തന്നെ അതാണ് പറയാനുള്ളത്. നന്ദി എന്ത് പന്നീതാ മറ്റേ ദിലീപ് മറ്റേ വിജയ് മറ്റേ തിരുവനന്തപുരത്ത് ഒന്ന് കാട്ടുവരും. മതി ഷോ മതി. അപ്പോൾ നമുക്ക് എന്ത് നാട്ടുകോയി ആ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളെ മലബാറിലെ ഫേമസ് ആയ നെയ്ച്ചോറും കോഴിക്കറിയുമാണ് നമ്മളൊന്ന് വെക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ നാട്ടുകോഴി അല്ലേ, നാട്ടുകോഴി നെയ്ച്ചോറ് ഇത് ഓവറാണ്, ഫുൾ ഓവറാണ്. എത്ര പൂരം ആൾക്കാരാണ് ഇപ്പം ഓവറാണ് കമൻറ്റ് ചെയ്യുന്നത്. നിങ്ങളെ സന്തോഷം നമ്മളെ സന്തോഷം. അത് ഈ കഴിഞ്ഞ വീഡിയോയിൽ പറയും. അപ്പോൾ നമുക്ക് തെറൊക്കെ പറയുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിച്ചോളെ. അപ്പോൾ നേരെ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് എന്താ നമ്മൾ ഉണ്ടാവും ഇന്ന് ചിക്കനാണ്. ചിക്കനാകുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പം വലിഞ്ഞു കയറി വരും എന്നുള്ള അറിയാറുണ്ട്. ഇത് വേഗം ഉണ്ടാക്കി. മറ്റേതിനൊന്നും അപ്പോൾ കറക്റ്റ് വീഡിയോ എടുക്കണ നേരത്തെ ഈ പട്ടി കുറയ്ക്കും. ഞാൻ ഒരു ദിവസം അതിന് എന്തെങ്കിലും ചെയ്യും, ഉറപ്പാണ്. നമുക്ക് അടുത്ത വ്ളോഗിൽ പട്ടി ഇറച്ചി അപ്പൊ നാട്ടുകോയി നിങ്ങൾ ഇങ്ങോട്ട് ക്യാമറ അപ്പൊ നമുക്ക് ഇന്നുണ്ടാക്കാൻ പോകുന്നത് നാടൻ കോഴിക്കറി എന്തോ സ്പെഷ്യൽ അമ്മ ഉണ്ടാക്കാൻ പറഞ്ഞു, ഞങ്ങൾക്ക് അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെന്താ ഫിഷ് ഫ്രൈ ചെയ്തില്ലേ, അതിൻ്റെ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഏകദേശം എന്തൊക്കെയോ രൂപമാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ അതിൻ്റെ ഒരു വെറൈറ്റി, അതായത് അത് ഫിഷ് ഇത് ചിക്കൻ, അപ്പോൾ അതിൻ്റെ ഒരു വെറൈറ്റി ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിക്ക് എന്തൊക്കെ വേണ്ട സാധനങ്ങൾ, അതായത് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ പൊട്ട അങ്ങനെ കുറച്ച് സാധനങ്ങൾ, കുറച്ച് പച്ചക്കറികൾ, അത്രേ ഉള്ളൂ. എന്നാ കുറച്ച് ഇതിലിടണ പച്ചക്കറികൾ, അതുപോലെ ഉപ്പ് മുളക് ഇഞ്ചി അതേപോലെ സാധനങ്ങളൊക്കെ അമ്മ പറഞ്ഞില്ല എന്തൊക്കെ വേണ്ടത്. കോഴി പൊരിച്ചിട്ടാണ് വെക്കാൻ പോകുന്നത്. അതിനെന്താ കോഴി മസാല കൂട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത്തിരി മതിട്ടാ, നമുക്ക് പിന്നെ ചെറുതാക്കി അരിഞ്ഞത്. അമ്മ ഇടയ്ക്ക് കുറച്ച് പരിഷ്കരിക്കും. സവാള ഞങ്ങൾ ഉള്ളി എന്നല്ല പറയല്, സത്യം പറയല്ലോ അല്ലേ. മലപ്പുറംകാർ മിക്കവാറും ഉള്ളി എന്ന് പറയല്. ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നുള്ള കമന്റ് ചെയ്യട്ടാ. ഇത് ചെറിയ ഉള്ളി അതേപോലെ ഇത് വലിയ വെങ്കായം, ചെറിയ വെങ്കായം. ഞാൻ പറഞ്ഞ ഏത് കറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ആ കറിയിൽ ഏറ്റവും സൂപ്പർ നമുക്ക് ഉപയോഗിച്ച ടേസ്റ്റ് ഇട്ടില്ലെന്ന് പറയുമോ ഈ ചെറിയ ഉള്ളി അല്ലേ. അപ്പോൾ ഇതിൽ അപ്പോൾ ഞാൻ പറയാം ഇന്ന് ഇപ്പോൾ ഇവിടെ കൊടുന്ന് വെച്ച സാധനങ്ങൾ ഞാൻ പറയാം. ഒന്ന് ചെറിയ ഉള്ളി, ഇതെന്താ
പെരിഞ്ചീരകം, കുരുമുളക്, പിന്നെ മല്ലിച്ചപ്പ്, പുതിന, വേപ്പില ഒക്കെ കൂടി, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി കൂടി പേസ്റ്റ് ആക്കിയത്. അതിപ്പോ വീണതാണ്. ഇത് ഇവന്റെ ആക്രൗണ്ട് വീണത് കണ്ടോ, അതിലൊന്നുണ്ട്. അത് കുഴപ്പമില്ല, നമ്മൾ നാച്ചുറലായ വീഡിയോ ആണ്, അതുകൊണ്ട് അതിന് കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ വെളുത്തുള്ളി ഇട്ടാ ആ പേസ്റ്റ് കൂടാതെ നമ്മൾ വെളുത്തുള്ളി അല്ലേ, വെളുത്തുള്ളി ഇതൊന്നും പറഞ്ഞെടുത്ത് അതിൽ എന്തൊക്കെയാ അവർക്ക് ശരിക്കും പെരിഞ്ചീരകം, വെളുത്തുള്ളി, വേപ്പിൻ്റെ ഇല, ചെറിയ ഉള്ളി, ഇഞ്ചി, പിന്നെ കുരുമുളക്, പുതിന ഒക്കെ കൂടി പേസ്റ്റ് ആക്കിയതാണ്. എന്നിട്ടും നമ്മൾ പിന്നെയും വെളുത്തുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി വേറെ തിന്നുമ്പോ ഒന്നും ആലോചിക്കുന്നില്ല. നമ്മളിതൊക്കെ തിന്നുന്നു, ഇറങ്ങുന്നു, പോകുന്നു. നമ്മളിതൊന്നും ചിന്തിക്കേണ്ട കാര്യമേ. എന്താ ഇത് പേര് കേൾക്കുമ്പോ എന്തൊക്കെ സാധനം ഈ ഒരു പേസ്റ്റിൽ തന്നെ കുറെ സാധനങ്ങളുണ്ട്. അല്ല, അത് പ്രത്യേകിച്ച് വലിയ ഇതൊന്നുമില്ല. അതും കൂടെ സാധാരണ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് വീട്ടിൽ. ഇങ്ങനെ പ്രത്യേകിച്ചുള്ള വിഭവങ്ങളൊന്നും അല്ലത്. എല്ലാവരും ഉണ്ടാക്കണമായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് ഒന്നല്ല. അതന്നെ ഉള്ളൂ. അപ്പൊ ഇനിയിപ്പോ ഈ സാധനങ്ങൾ ഇതായി. പിന്നെ തക്കാളി ഇല്ലാത്ത വിഭവങ്ങളില്ലല്ലോ. തക്കാളി, പിന്നെ പച്ചമുളക്. പച്ചമുളക് ഓർപ്പിക്കല്ലോ. അപ്പൊ എന്താന്ന് മനസ്സിലാണെങ്കിൽ നമ്മൾ ആദ്യത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഞങ്ങൾ കയറി കാണട്ടോ. നല്ല രസമുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, കണ്ണീരൊന്ന് തുടച്ചിട്ട് പറയും. നല്ല രസമുള്ള വീഡിയോ. അപ്പൊ നേരെ നമുക്ക് ഇനി നമുക്ക് ചിക്കൻ പൊരിക്കണം. പറഞ്ഞു ഞാനൊന്ന് പരിഷ്കരിക്കട്ടെ. അവൻ ഗാർണിഷ് ചേർത്ത് വെച്ച സാധനങ്ങൾ വേറെ. ഇത് കണ്ട, ഇത് ഞാൻ ഡിസൈൻ ചെയ്ത. ഇത് മറ്റേ പറഞ്ഞ കൂടോത്രം അതല്ല, ഉള്ളി വെച്ചോ അറബിയാള് ഭയങ്കര ക്രിയേറ്റിവിറ്റിയാണ്. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്യണേ. കമന്റ് ചെയ്യട്ടെ. ഇത് ഞാൻ അരിഞ്ഞാണേ. നല്ല രസമുണ്ട്. പിന്നെ വീഡിയോ എടുക്കുന്ന അച്ഛനാണ് ഇത് ഫുൾ അരിഞ്ഞെന്നുള്ള സത്യം ആർക്കും ഇവിടെ അറിയില്ല. അപ്പോൾ നമുക്ക് ചിക്കൻ പൊരിക്കണം. പിന്നെ നമ്മൾ ഗീ റൈസ് എന്ന് പറയും, നെയ്ച്ചോറ്. ഗീ റൈസ് ഗീ റൈസ് എന്ന് പറഞ്ഞാൽ നെയ്യുള്ള സംഭവം. അത് നെയ്ച്ചോറിനാണ് ഗീ റൈസ് എന്ന് ഞാൻ പറഞ്ഞത്. എന്താ അറിയോ, പുറത്തുള്ള ആൾക്കാർക്ക് അവർ നമ്മളെ നാട്ടിൽ പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവും. വെള്ളച്ചോറ് വേറെ, അത് ചോറ് സോറി നെയ്യിലിട്ട വെള്ളച്ചോറ്. ഇതുമില്ലാതെ ഇവരെ കണ്ടിട്ട് മനസ്സിലായില്ലേ, ഇവരെ കണ്ടിട്ട് എനിക്ക് ആദ്യം മനസ്സിലായി, പിന്നെ ഇവൻ്റെ സംസാരത്തോടെ എനിക്ക് മനസ്സിലായില്ലേ. അപ്പോൾ നമുക്ക് ചിക്കൻ പൊരിക്കണം. നമ്മൾ നെയ്ച്ചോറ്, അതായത് ഗീ റൈസ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് റെഡി ആവാനുള്ള ഇതുള്ളൂ, സമയമുള്ളൂ അല്ലേ. അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇവ വാഴൻ്റെലൊക്കെ വെട്ടിച്ചു വന്നു. എൻ്റെ സ്വന്തം വാഴയാണ്. അപ്പോൾ ഇവനും വായും തമ്മിൽ ഭയങ്കര പോകുന്നു. അതുകൊണ്ട് ഇവ വാഴൻ്റെലൊക്കെ വെട്ടിച്ചു. അപ്പൊ നമ്മൾ അതില് എനിക്കൊരു വാഴ അനിയനുണ്ട്, അങ്ങനെ എനിക്ക് ആ ബോണ്ട് വന്നത്. അല്ല, ഞാൻ വാഴയാണെങ്കിൽ മരവാഴയാണ്. ഇവന്റെ ഏട്ടനല്ലേ മരവാഴ. മരവാഴ എന്താ പറയുക? മരവാഴ എന്ന് പറഞ്ഞാൽ മരത്തിന്റെ വാഴ. എനിക്ക് ഉദ്ദേശിച്ച വാഴ അല്ല മരവാഴ. അന്ന് സോറി, ഇന്ന് ഏതോ ഒരു വലിയ വാഴ. അപ്പൊ നമുക്ക് നേരെ അതിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ നെയ്ച്ചോറ്, അതായത് ഗീ റൈസ് ആയിട്ടുണ്ട്. പൊട്ടം കൊണ്ടുവരുന്നുണ്ട്. ഇതിൽ നമ്മൾ കുറച്ച് സംഭവങ്ങൾ ചെയ്യും. പക്ഷെ ആദ്യം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം. ആ ടേസ്റ്റ് ഉണ്ട്. നമ്മളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കണാണ്. നിങ്ങളൊന്ന് പറയുന്നിട്ടാ. അന്നം തിന്നണ ഒരാളല്ലേ? അന്നം തിന്നണ ഒരാളല്ലേ? എന്താ മനസ്സിലാക്കാൻ പറ്റില്ല. എന്തല്ലേ എന്തൊരു കെട്ടവരറിയാൻ. ഇനി സാധനതാ, ഇത് കുറച്ച് തിന്നു നോക്കാം. എന്നിട്ടിടാൻ പാടുള്ളൂ. ഇത് വെറുതെ ഇട്ടാ പോലെ. ഷെഫ് അവിടെ ആയില്ലല്ലേ? കുറച്ച് തോന്നിട്ടാലോ. അയ്യോ,
ഉറുമ്പ് വന്നാൽ ഞാൻ ഉത്തരവാദിയല്ല. ഉറുമ്പ് വന്നാനെ കൊണ്ട് അടിച്ചൊരിപ്പിക്കൂ. അടിച്ചൊരിപ്പിക്കുന്ന കാര്യം കേട്ടോ. കുറച്ചുകൂടി ഇടേ, എന്നാ കുറച്ചുകൂടി നമുക്ക് ഇടാം. ആടതാ അറിയില്ലല്ലേ ഇത് കുഴക്കുമ്പോ. പക്ഷെ ഇതിൽ കുറച്ച് മിക്സർ കൂടി ഇട്ടാ നല്ല രസമുണ്ടാവേ. രസമുണ്ടാവും, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചിക്കൻ പൊരിക്കാൻ പോവാണ്. അപ്പൊ നമ്മള് മെയിൻ സാധനത്തേക്ക് പോവാണ്. ചിക്കൻ പൊരിക്കാനും ചിക്കൻ കഴിക്കാനും. നല്ല ചൂട് നല്ല നല്ല ചതുരത്തിൽ അരിഞ്ഞ പീസ്. എന്തായാലും എന്തായാലും ചതുരല്ലേ, കറക്റ്റ് ചതുരം. അപ്പൊ നമ്മളെന്തെങ്കി പൊരിക്കാൻ നേരത്ത് ഇവിടെ മുമ്പ് പറയുമ്പോ നോക്കി കണ്ട് പറഞ്ഞോട്ടാ. പൊരിക്കാൻ നേരത്ത് ഇവിടെ നിന്നിട്ട് കാര്യമില്ല. പക്ഷെ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ്, അതായത് ഫുള്ള് തളർത്തലാണ് ഇവൻ്റെ പരിപാടി. അതാണ് ഇവൻ്റെ പ്രശ്നം. ഇവൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ തളർത്തലാണ്. അപ്പോൾ നമുക്ക് ഇത് മെല്ലെ ചട്ടിക്കട. അതാണ് അണ്ടി ഈ ബാക്കി അമ്മടും. അത് വെള്ള കളറായല്ലോ. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞൊരു സ്മെല്ല് വരും. ഇത് കുറച്ച് കഴിയും. ഇനി നമുക്ക് കുറച്ച് നേരം അവിടെ പോയിട്ട് ഇങ്ങനെ വെറുതെ വർത്താനം പറഞ്ഞിരിക്കാം. ബൈ. അപ്പോൾ നമ്മളെന്താണെന്നറിയോ, ഇനി നമുക്ക് ചിക്കൻ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് മസാല വേണം. മസാലയ്ക്കുള്ള സാധനങ്ങളാണ് ഇപ്പോൾ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം വെല്ലുള്ളി ഇട്ടു, പിന്നെ ചെറിയുള്ളി ഇട്ടു. അങ്ങനെ നിങ്ങൾ കാണണ്ട. എന്താ അറിയോ, കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ പോയി കഴിഞ്ഞിട്ട്. പിന്നെ എന്താ ഒരു കാര്യമുണ്ട്. എന്താ അറിയോ, ഞാൻ കാണിച്ചു തരാം. പോയോ കണ്ട ഇത് മറ്റേ ഈ അവസ്ഥ അറിയിക്ക്. പണ്ട് ബസ്സിലൊക്കെ പോണ സമയത്ത്, പണ്ടല്ല ബസ്സിൽ പോണ സമയത്ത് ഇതേപോലെ പകുതി കുണ്ടിയായിട്ടിരിക്കല്. അതേപോലെ ട്രെയിനിലും തിരക്കുള്ള ബസ്സിലൊക്കെ പലരും പല രീതിയിൽ ഇങ്ങനെ. റിലേറ്റബിൾ ആണെങ്കിൽ കമൻറ്റ് ചെയ്തോളൂട്ടാ. പിന്നെ നമ്മുടെ നാട്ടിൽ റെഡി ആയിട്ടുണ്ട്. അച്ചവിടെ ഗാർണിഷ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ സാധനം ഇപ്പോൾ കൊടുത്തും. അപ്പോൾ നമുക്ക് അതിലോട്ട് മെല്ലെ കിടക്കാം. ഇതട്ടോ അപ്പോൾ നമ്മൾ നാട്ടുകോഴി എണ്ണക്കോഴി നമുക്ക് കുറച്ച് മതി. അതുകൊണ്ട് തന്നെ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. നമ്മൾ കുറച്ചാൾ നമ്മളെല്ലാം കഴിക്കൂല. ரொம்ப അഴകാന കോഴി, വലിയ കോഴി ക്യാമറയ്ക്ക് പിന്നാടി ഇருக்கு. അപ്പോൾ ഇതാണ് സംഭവം. നമുക്കിത് കഴിച്ചു നോക്കാം. ഇത് കോഴിക്കറി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇത് വേറൊരു സംഭവമാണ്. അത് കഴിച്ചിട്ട് ഞങ്ങൾ പഴയ വീഡിയോയിൽ ഇതിൻ്റെ ഇതിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ട് അത് പോയി കണ്ടിട്ട് വന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത്. അച്ഛൻ ചൂടുകൊണ്ട് ഷർട്ട് ടേസ്റ്റ് ചെയ്തിട്ടില്ലേ? കേരളത്തിലെ ചൂട് റൊമ്പം. എന്ത് റൊമ്പോ കൊടുത്ത റൊമ്പ വേർത്തന്നെ കാച്ചു കൂടെ എന്ത് റൊമ്പം. നമുക്ക് എനിക്ക് വെറൈറ്റി കോഴിക്കറിയാണ്. അന്ന് നമ്മളുണ്ടാക്കിയ മീൻകറീനേക്കാളും അതിനേക്കാളും വെല്ലണ ജാതിയിലാണ് ഇന്നത് കോഴിക്കറി. ഇതൊന്ന് ഈ സാധനം ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ടുണ്ടെങ്കില്ല, അടിപൊളി സാധനവും പറയും. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ആദ്യം നല്ല ഉഷാർ പീസ് എടുത്ത് കാണിച്ചു തരാം. അപ്പം അത് വേണം, നിന്നെ അവിടെ നിർത്തിക്കൊണ്ട് ഞാൻ കാണിച്ചു തരാം. ആദ്യം അതൊക്കെ എടുക്കാം, ഒരു മിനിറ്റ്. ആദ്യം നമ്മൾ കുടുങ്ങിയതിന് മണപ്പിച്ചോടാ അയ്യടാ. അപ്പോൾ ആദ്യം ഞാൻ എടുക്കാം, അമ്മയ്ക്ക് കൊടുക്കാം ആദ്യം. അയ്യടാ കേട്ടാ, ശരിയാണ്. ആദ്യം ഗണപതി പിടിച്ചാ, ആദ്യം ഗണപതി കൊടുക്കാം. പടി പോകാം. അപ്പം നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ വയനൊക്കെ വെള്ളം പോടും. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇത് ഭക്ഷണം നെയ്ച്ചോറ് ഇതൊക്കെ ഉണ്ട്, അത് കഴിക്കണ വീഡിയോയിലേക്ക് കിടക്കാം.
എന്ന് ആ മൈക്ക് വെച്ച് കൊടുക്കും കഴിച്ചിട്ട് കാണാം. കഴിച്ചിട്ട് കഴിക്കില്ലേ നേരെ എല്ലോട്ട് കിടക്കാം. ആ അപ്പോൾ നമ്മളെ സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ ആവശ്യമുള്ളൂ. ഞങ്ങൾ വളരെ കുറച്ച് ഞങ്ങളെല്ലാവരും കുറച്ചിനെ കഴിക്കാറുള്ളൂ. പിന്നെ ഇവനെ ക്യാമറ പിടിക്കും. ഞങ്ങൾ കരുതി കൂട്ടി പിടിച്ചിരുത്തിയതാണ് ക്യാമറ മുമ്പിൽ. എന്താ പറയുക, ക്ഷമാശീലങ്ങൾ പഠിക്കുക കുറച്ച്. ഇതുപോലെ ഇപ്പോൾ തല്ലുപടി ഉണ്ടായിട്ടുള്ളത് വേഗം 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 നോക്ക് എന്നാണ് തല്ലുപടി ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇത് നാട്ടുകോഴി സാധനമൊക്കെ റെഡി ആയിട്ടുണ്ട്. നാട്ടുകോഴി അല്ല കേട്ടോ, ഞങ്ങളൊരു വെറുതെ തന്നെ പറഞ്ഞു തോന്നുന്നു. നാട്ടുകോഴി എന്നൊന്നല്ല, പക്ഷേ ഒരു സംഭവം നാടൻ കോഴിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്തായാലും, ഞങ്ങൾക്ക് ഉറപ്പാണ്. എന്താണ് പിന്നെ വായന്ന് വെള്ളം വരുന്നത് എന്താ പറയുക. ഇത് നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ കറിയാണ്. ഉച്ചയ്ക്ക് ഉണ്ടാക്കിയില്ല, ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഉണ്ടാക്കിയ കറിയാണ്. അത് ഉച്ചയ്ക്ക് ചിക്കൻ കറി തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യുക, നമുക്ക് ഇത് വീഡിയോ അപ്പോൾ നമുക്ക് ആദ്യം എന്താ അറിയാം, അത് കറി ഉണ്ടോ, കറി പ്രജിത്തെ അപ്പുവോ നോക്കിക്കോ. ആദ്യം നമുക്ക് കറി ഒഴിക്കുക. കറി നമുക്ക് കറി അധികം വലിയത് വേണമെന്നില്ല, താല്പര്യം. ഇനി അത് മാറ്റിച്ചിട്ടാ, ഇനി നമ്മളെ സ്പെഷ്യൽ സാധനം വരാൻ പോകണം കേട്ടോ. ഇനി കഴിക്കണം കേട്ടോ. അച്ഛൻ കഴിച്ചു ടേസ്റ്റ് പറയും. ഞാനിത് കഴിച്ചു നോക്കാം, ടേസ്റ്റ് പറയാം. അവർ ട്രിപ്പ് കഴിഞ്ഞാണോ അവരെ നോക്കണ്ട. ഞാൻ ചോറ് കൂട്ടിയിട്ട് കുറച്ച് ചോറ് കൊടുക്കുക, അപ്പൂൻ്റെ മുഖത്തേക്ക് നോക്കുക. ഓരാദ്യം കൊടുത്താ സൂപ്പർ ടേസ്റ്റ്. ഞാൻ അടുത്ത അമ്മ ടേസ്റ്റ് നോക്കാം. ഓ മൈ ഗോഡ്, പറ എങ്ങനെയുണ്ട് പറയും. ഞാൻ തന്നെ ഉണ്ടാക്കിയ അഭിപ്രായം പറഞ്ഞെങ്കിൽ നിങ്ങളെ അഭിപ്രായം പിന്നെ ഞാൻ പറയാം. നല്ലൊരു പീസ് ഇതാ, നല്ല ഉഷാറിൻ്റെ ഒരു പീസ് എടുക്കാം. നല്ല സോഫ്റ്റാണ്, പക്ഷെ കുറച്ച് സോഫ്റ്റ് അല്ല. എൻ്റെ കൈമ ഇനി നമ്മൾ കുറച്ച് കറി എടുക്കട്ടാ. നോക്കോട്ടാ, പീസ് എടുക്കുക. ചിക്കൻ്റെ പീസ് പോരാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഒരു പീസ് വയ്ക്കാം. ഇങ്ങോട്ട് കാണിക്കടാ നേരെതാ. നോക്കോ ചോറ് കൊടുക്കുക. അതെന്താ അറിയോ, ഇപ്പം കൊടുക്കാം. അവൻ കഴിച്ചിട്ട് നമുക്ക് അവൻ്റെ അഭിപ്രായമാണ്. ഇവര് സ്ലോ മോഷൻ കളിക്കുന്നത്. ഈ സാധനമൊക്കെ അരിഞ്ഞ ഞാനാണ്. ഇവര് തിന്നണ മാരില്ല, നമ്മളിങ്ങനെ ഇത് കയ്യിൽ ഒതുക്കണ ടേസ്റ്റ് ഒക്കെ തിന്നാൻ പറഞ്ഞാണ്. അന്യായം. അടിപൊളി. സത്യം പറയാം, ഇവര് തിന്നപ്പോ ഞാൻ ഓവറായിട്ടും കാണിക്കണായിരുന്നു. സാധാരണ അമ്മ ഇത്ര ടേസ്റ്റ് ഉണ്ടാക്കിയ ഞാനും കൂടി ഉള്ളതുകൊണ്ടാണ് സംഭവം ഞാനും കൂടി ഉള്ളതുകൊണ്ട് ഞാനും അച്ഛനൊക്കെ സഹായിച്ചുകൊണ്ടാണ്. ഏട്ടൻ പിന്നെ വീഡിയോ എടുത്തിറങ്ങുന്ന കാരണം കുഴപ്പമില്ല. ഏട്ടൻ പിന്നെ മലയാളമാണ്. അപ്പോൾ സംഭവം അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളെ വീട്ടിൽ മസ്റ്റ് ട്രൈ ചെയ്യാൻ പറ്റിയ ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഓഫ് ആക്കിയിട്ടാണെങ്കിൽ ഒന്ന് ശരിക്കും ഒന്ന് തിന്നാൻ. പിന്നെ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ ഇന്ന് ഈ വീഡിയോ അവസാനിച്ചു. ബൈ.